പേര് പ്രവീൺ എന്നാണ്. സ്വദേശം കോഴിക്കോട് ജില്ലയിലെ തൊട്ടിൽപ്പാലം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ ഇന്ന് ഈ ബിസിനസ്സിലേക്ക് സോണൽ ടീം കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു അവസരത്തിൽ വന്ന എന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. കാരണം നമ്മള് എന്താണ് നമ്മുടെ ഫാമിലിയിൽ വന്ന് നമ്മളെ ഫാമിലിയിലെ കാര്യങ്ങൾ പറയണ്ടല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ. എന്നാൽ പോലും പിന്നെ ഒരു ബിസിനസ് അവസരം കിട്ടിയ സമയത്ത്, കാരണം ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത്, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം അത് തന്നെയാണ്, നമ്മളെ പ്രൊഡക്റ്റിനെ കുറിച്ച് തന്നെയാണ്. കാരണം നമുക്ക് വലിയൊരു അനുഗ്രഹം കിട്ടിയ ഒരു കാര്യം തന്നെയാണെന്ന് വെച്ചാല്, നമ്മൾ എത്തിപ്പെട്ട ഒരു കമ്പനി എന്താണെന്നും അല്ലെ ആ കമ്പനിയിലെ പ്രോഡക്ട്സുകൾ എന്താന്നുള്ളതും അല്ലെ. പല കമ്പനിയും നമുക്ക് അറിയാം. അപ്പോ നമ്മളൊരു എന്ന ബിസിനസ്സിന് വരുന്ന സമയത്ത് നല്ല പ്രൊഡക്റ്റുകളുള്ള അല്ലെങ്കിൽ നല്ല റിസൾട്ടുകളുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോ അതിനെ കുറിച്ചിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വിശദീകരിക്കാനും വേണ്ടിയിട്ട് നമ്മുടെ വെൽനസിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഓക്കെ, ആരും റെഡി? അപ്പൊ എല്ലാവരും, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. കാരണം നമ്മള് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കറങ്ങി സംസാരിച്ച് പോകുന്ന സമയത്ത് എന്തുണ്ടാവില്ല, ഒരു എനർജി ഉണ്ടാവില്ല. സത്യം പറഞ്ഞാൽ, കാരണം നമുക്ക്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിലവിൽ നമ്മൾ മറ്റുള്ള മീറ്റിങ്ങുകളിലാകുമ്പോൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചൊന്ന് കൈയടിക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. അപ്പൊ എന്തായാലും നമ്മൾ എന്ത് ചെയ്യുക, സൂം മീറ്റിലെ കുറച്ച് ചാറ്റ് ബോക്സുകളൊക്കെ ഉണ്ട്. അതിന്റെ അകത്ത് എന്ത് ചെയ്യണം, നിങ്ങൾ ചാറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ എന്ത് ചെയ്യണം, നടത്തണം എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ശ്രദ്ധ ഇങ്ങനെ വിട്ടു അല്ലെ, വെറുതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പൊ എന്തായാലും ഞാനൊന്ന് സ്ക്രീനും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ആരോഗ്യത്തിനെ കുറിച്ചൊരു ഒക്കെയാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും എടുത്ത വിഷയം തന്നെയാണ്. എന്നാൽ പോലും വീണ്ടും വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് അത് എടുക്കണം എന്നുള്ളതാണ് അതിലെത്തുന്നു. അപ്പൊ ആ രീതിയിലേക്ക് അത്രയും കമ്പനിയുടെ കപ്പാസിറ്റി നമ്മൾ മനസ്സിലാക്കണം. അത്രയും നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ നമ്മളെ കയ്യിലെത്തുന്നത്. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന ഒരു ഒറ്റ പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ. കൂടുതലായിട്ട് ട്രെയിനിങ്ങുള്ള രീതിയിലൊന്നല്ല. അപ്പൊ നമ്മൾ നിർബന്ധമായിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ പല ജീവിതശൈലി രോഗങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇതൊക്കെ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇന്ന് ഇന്ന് നമ്മുടെ കമ്പനി ഇറക്കിയിട്ടുള്ള ഒരു വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ 9E5 ഹെൽത്ത് ഡ്രിങ്ക് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ച ആളുകൾ ഒന്നൊന്ന് ഹാൻഡ് റൈസ് ചെയ്യോ, അല്ലെങ്കിൽ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ഒന്ന് ചെയ്തേ, ഒന്ന് ഉപയോഗിച്ച ആൾക്കാർ ഒന്ന് കണ്ടോട്ടെ. ഇപ്പൊ പുതിയ വരുന്ന ആളുകൾക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും അല്ലെ, എങ്ങനെയുണ്ട് ഈ ഒരു പ്രൊഡക്റ്റിന്റെ അല്ലെ. ഒരുപാട് ആളുകൾ ലൈക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളൊക്കെ ഉപയോഗിച്ചിട്ടാണ്. അപ്പോ ഈ ഹെൽത്ത് ഡ്രിങ്ക് എന്താണ്, ഈ ഹെൽത്ത് ഡ്രിങ്കിൽ ഉള്ളത്? ഈ കാണുന്ന ബെറി പഴങ്ങളാണ്. ഇതൊക്കെ നമ്മളെ നാട്ടിൽ കിട്ടുന്ന ബെറി പഴങ്ങളാണോ? ഇതൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുമോ? അല്ലാതെ ഇല്ല. നമുക്കറിയാം, നെല്ലിക്ക നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ബാക്കിയുള്ള ഏകദേശം നമ്മൾ ചിലപ്പോൾ സ്ട്രോബെറി ഒക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവും, ചിലപ്പം കണ്ടിട്ടുണ്ടാവും. ബാക്കിയുള്ള ഒരുവിധം പഴങ്ങളൊന്നും നമുക്ക് ഇവിടെ നാട്ടിൽ കിട്ടില്ല. കാരണം ഇത് കിട്ടണമെങ്കിൽ ലുലു മാളിലൊക്കെ പോകണം. കിലോന് 3000-4000 റുപ്യ റേറ്റ് വരുന്നതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള 14 ബെറി പഴങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സത്താണ് നമ്മളെ 9E5 എന്ന് പറയുന്ന പ്രൊഡക്റ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഉപയോഗിച്ചില്ലാത്ത ആളുകൾ വലിയ നഷ്ടമാണ്. കാരണം അത്രമാത്രം നമ്മളൊക്കെ എന്താണ് ഈ രീതിയിലേക്ക് മാറ്റിയിട്ടുള്ള, അല്ലെങ്കിൽ അത്രമാത്രം റിസൾട്ട് ഉള്ള ഒരു പ്രൊഡക്റ്റ്, വണ്ടർഫുൾ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ 9E5 എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അകത്ത് എന്താണ്, ഓരോ പഴങ്ങളിലും എന്താണുള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. ഒന്ന് ചെറി അല്ലേ, നമ്മളൊക്കെ ഉപയോഗിക്കാറുണ്ട്, കണ്ടിട്ടുണ്ട് അല്ലെ, ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താണ് നമ്മൾ 9E5 ബെറി ഉള്ളത് അല്ല ജെറി ഉള്ളത് കൊണ്ട് എന്താ, നമുക്ക് എന്താ ഗുണം? നമുക്ക് എന്താ കിട്ടുന്നത്? പേശികളുടെ വേദന കുറക്കുന്നു, നല്ല ഉറക്കം ലഭിക്കുന്നു. അപ്പൊ വേദനയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാൻ വേണ്ടി, പേശികളുടെ വേദന കുറക്കാൻ വേണ്ടി ചെറി സഹായിക്കുന്നു. അതുപോലെ തന്നെ നല്ല ഉറക്കം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫ്രൂട്ട്സ് അതിൻ്റെ അകത്ത് ഉള്ളത് കൊണ്ട് നമുക്ക് ഉപയോഗപ്പെടാൻ പറ്റും. ബ്ലൂബെറി ഓർമ്മശക്തിയും കാഴ്ചശക്തിയും കൂടുന്നു. അതായത് കണ്ണിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്, ഓർമ്മശക്തിക്ക് നല്ലതാണ്. അപ്പൊ ആ രീതിയിലേക്ക് ബ്ലൂബെറി എന്നൊരു പഴം അതിൻ്റെ അകത്ത് ഉള്ളത് കൊണ്ട് നല്ല ആന്റി ഓക്സിഡന്റ് കലവറ തന്നെയാണ് നമ്മളെ ബ്ലൂബെറി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എന്താണ് റാസ്ബെറി എന്ന് പറയും. അമിത കൊഴുപ്പ് കുറക്കുന്നു, പ്രമേഹത്തെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അമിത കൊഴുപ്പ് കുറക്കുന്നു പറയാൻ നമ്മളറിയില്ലേ, 9E5 ഉപയോഗിച്ച ആളുകൾക്ക് അറിയാം, നമ്മൾ വേണ്ടാത്ത കൊഴുപ്പുകൾ നമ്മുടെ ശരീരത്തിൽ ഒരു തടിയെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കുറഞ്ഞു കിട്ടും. ഇപ്പൊ 9E5 ഉപയോഗിച്ച ആൾക്കാർ പറയാണ്ട് ഒന്ന് മെലിഞ്ഞിട്ടുണ്ട്, ആളൊന്ന് മെലിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ വേണ്ടാത്ത കൊഴുപ്പുകളെല്ലാം അലിയിച്ച് കളയുന്നുണ്ട്. അപ്പൊ ചില ആളുകൾ, വയറൊക്കെ ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ ഒന്ന് കുറഞ്ഞ് ലൂസായി, ഒന്ന് തടിയൊക്കെ ഒന്ന് കുറഞ്ഞ്, ഒരു 5 വയസ്സ് കുറഞ്ഞ പോലെയൊക്കെ തോന്നും അല്ലെ. അപ്പൊ അമിതമായിട്ടുള്ള നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് കുറക്കാൻ റാസ്ബെറി എന്ന് പറയുന്ന പഴം നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. ഇപ്പൊ ഇനിയിപ്പോ നിങ്ങളൊക്കെ റാസ്ബെറി വാങ്ങി കഴിച്ചാൽ മതി. പിന്നെ എന്താണ്, നമ്മൾ പല ആൾക്കാരും ചോദിക്കണല്ലോ അല്ലെ, ഷുഗർ വരുമോ ഈ ഒരു ഉൽപ്പന്നം ഉപയോഗിച്ച് കഴിഞ്ഞാൽ? അപ്പൊ നമ്മൾ റാസ്ബെറി ഉള്ളത് കൊണ്ട് തന്നെ പ്രമേഹം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പഴം നമ്മളെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ്.
അപ്പൊ ഷുഗറുള്ള ആളുകൾക്കും കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഓവറായിട്ടുള്ള ഷുഗറുള്ള ആളുകൾക്ക് ഇത് റെക്കമെൻഡ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. നോർമൽ ആയിട്ടുള്ള ആളുകൾക്ക് ഷുഗർ ഇത് കഴിച്ചുകൊണ്ട് ഷുഗർ ഒന്നും വരാൻ സാധ്യതയില്ല, വരൂല. കാരണം അതിന് സപ്പോർട്ട് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസും അതിൻ്റെ അകത്ത് അല്ലെങ്കിൽ പഴങ്ങളും അതിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ എന്താണ് സ്ട്രോബെറി, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടില്ല. സ്ട്രോബെറി ഒക്കെ നമുക്ക് വാങ്ങിച്ച് ഉപയോഗിച്ചില്ല. ഇതുകൊണ്ട് എന്താ ഗുണം? ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നുണ്ട്, കൊളസ്ട്രോൾ കുറക്കുന്നുണ്ട് അല്ലെ. കൊളസ്ട്രോൾ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അത് കുറക്കാൻ വേണ്ടിയിട്ട് ഇത് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ എന്താ ഗോജി ബെറി, കണ്ണിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്, കരളിന്റെ സംരക്ഷണത്തിന് മികച്ച കൂട്ടാണ് അല്ലെ. നമ്മൾ ഞാൻ പറഞ്ഞിട്ട് ഓരോ അവയവത്തിനും വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നല്ല ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആ ആ- ഓരോ പ്രശ്നത്തിനും അല്ലെങ്കിൽ ഓരോ അവയവത്തിനും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പഴങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ള ഓരോ പഴങ്ങളും. അതുകൊണ്ടാണ് നമ്മൾ ഓൾ ഇൻ വൺ 95 കഴിക്കാന്ന് പറയുന്നത് അല്ലെ. എന്തുണ്ടെങ്കിലും നമ്മൾ അതിന്റെ കൂടെ 95 ആഡ് ചെയ്ത് കൊടുക്കണമെന്ന് പറയാൻ കാരണം എന്താണ്? ഇത്തരത്തിലുള്ള ബെറി പഴങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. അപ്പൊ ഇതൊക്കെ നമുക്ക് പരിശോധിക്കാം. നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി. ഇതിലൊക്കെ ഡീറ്റെയിൽസ്, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും. അപ്പൊ ഞാൻ ചുരുങ്ങിയ സമയം കൊണ്ട് പറയാണ്ടാണ് ഇങ്ങനെ ഒരു സ്ലൈഡ് ഉണ്ടാക്കിയത്. പിന്നെ ബ്ലാക്ക്ബെറി ഓർമ്മശക്തി വർദ്ധിക്കാൻ നല്ലതാണ്, തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ ഉത്തേജിപ്പിക്കുന്നു. നമുക്കറിയാം സ്റ്റോക്ക്, ബ്ലോക്ക്, അറ്റാക്ക് എല്ലാം വന്ന ആൾ അല്ലെങ്കിൽ അങ്ങനെ വന്ന തളർന്നു പോയ ആൾക്കാരല്ലേ, അവർക്ക് നമ്മൾ 95 കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മാറ്റം വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനൊക്കെ എന്ത് ചെയ്യും? നമ്മൾ ഈ ഒരു ബെറി പഴങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ബ്ലാക്ക്ബെറി വാങ്ങി കഴിച്ചാലും മതി, നമുക്കത് കിട്ടുമോ? ഇല്ല. പക്ഷെ 95ന്റെ അകത്ത് ഈ ഒരു ഇതെല്ലാം ഉള്ളതുകൊണ്ട് ആ പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. പിന്നെ മൂത്രാശയ സംബന്ധങ്ങളെ ക്രാൻബെറി മൂത്രാശയ സംബന്ധങ്ങളുടെ പ്രശ്നങ്ങൾക്ക്, അണുബാധകൾക്കും പ്രതിദത്തമായ പരിഹാരം എന്നാ പറയുന്നത്. അപ്പൊ ആ രീതിയിലേക്കുള്ള ഇൻഗ്രീഡിയൻസും അതിൻ്റെ അകത്തുണ്ട് എന്നുള്ളതാണ്. പിന്നെന്താണ് നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം അല്ലെ, ജലദോഷം, പനി എന്നിവയ്ക്കെതിരെ ശരീരത്തെ ശക്തിപ്പെടുത്തുന്നുള്ളതാണ്. അപ്പൊ രോഗപ്രതിരോധ ശേഷി നല്ലോണം ഉണ്ടാക്കാൻ വേണ്ടി ജലദോഷം പോലുള്ള, പനി പോലുള്ള പ്രശ്നങ്ങൾക്ക് എൽഡർ ബെറി എന്ന് പറയുന്ന പഴം നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ നോനി പഴം നമ്മളറിയാം. ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ബുദ്ധിമുട്ടത് ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങൾക്ക് അല്ലെ. നമ്മൾ ക്യാൻസർ കീമോ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഈ പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഒരുപാട് ആളുകൾ ക്യാൻസർ മാറിയ ആളുകളുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ നോനി പോലുള്ള പഴങ്ങൾ അതിൻ്റെ അകത്തുള്ളതുണ്ട്. കാരണം കോശങ്ങൾ നശിച്ചു പോകുന്നത് വീണ്ടെടുക്കാൻ നോനി പഴങ്ങൾക്ക് പറ്റും. നല്ല കോശങ്ങൾ, അതായത് ക്യാൻസർ കോശങ്ങളൊക്കെ നശിപ്പിച്ച് നമ്മളിലുള്ള കോശങ്ങൾക്ക് നല്ല ആരോഗ്യമുള്ള കോശങ്ങളാക്കി പുനർജീവിപ്പിക്കാൻ നമ്മളെ നോനി പഴം സഹായിക്കും എന്നുള്ളതാണ്. അപ്പൊ 95 കഴിക്കുന്നതുകൊണ്ട് നമ്മൾ ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങൾ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും. ആന്റി ഏജ് ആണ് അല്ല, ആന്റി ക്യാൻസർ ആണ്. പിന്നെന്താണ് ബ്ലാക്ക് കറന്റ് സന്ധികളിലെ വീക്കം കുറക്കുന്നു, കിഡ്നിയുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുന്നു. അപ്പോൾ കിഡ്നി ആയിട്ടുള്ള സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രാൻബെറി അതിൻ്റെ അത് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെന്താണ് റെഡ് ഗ്രാപ്സ്, അതായത് രക്തസമ്മർദ്ദം നിലനിർത്തുന്നു, പ്രഷർ അല്ലെ, രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഇതിൻ്റെ അകത്തുള്ളതാണ്. ചർമ്മത്തിന് തിളക്കം ഉണ്ടാകുന്നു. അപ്പൊ ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് പല അല്ലെ 95 കഴിച്ചു കഴിഞ്ഞാല് നമ്മളോട് പല ആൾക്കാർ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, എന്തോ ഒരു മാറ്റം ഉണ്ടല്ലോ അല്ലെ. മോളിമാട് അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ പല ആൾക്കാരും? അല്ലെ, നല്ലൊരു മാറ്റം നമ്മളുണ്ട്, എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഒരു 10 വയസ്സ്, ഒരു 5 വയസ്സ് കുറഞ്ഞ രീതിയിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരു മാറ്റം നമ്മളിലേക്ക് ഉണ്ട് എന്ന് പറയും. എന്തുകൊണ്ടാ? ഈ ഒരു പഴങ്ങളൊക്കെ അതിൻ്റെ അകത്തുള്ളതുകൊണ്ടല്ലേ. അപ്പോ ചർമ്മത്തിന് നല്ല തിളക്കം ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ സാധിക്കുന്നു എന്നുള്ള. പിന്നെ നമ്മൾ ഇതിൻ്റെ അത് കറ്റാർ വാഴ ചേർത്തിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും? ചർമ്മത്തിന് നല്ല തിളക്കം ഉണ്ടാവും, ദഹനം സുഗമമാകുന്നു, ശരീരം കൂളാക്കാൻ വേണ്ടി അല്ലെ തണുപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് അല്ലെ. നമ്മളെ ശരീര ചൂട് കൂടുതൽ ഓവർ ഹീറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കറ്റാർ വാഴ ഉള്ളത് കൊണ്ട് തന്നെ സാധിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ നമുക്കറിയാം അല്ലെ, നെല്ലിക്ക അതെന്താണ്? വിറ്റാമിൻ സി, അതായത് രോഗപ്രതിരോധ ശേഷി തീർക്കാൻ വേണ്ടി ഉള്ള ഒരു ഒരു ഇൻഗ്രീഡിയൻസ് ആണ് നെല്ലിക്ക എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ആ രീതിയിലേക്കുള്ള ഇൻഗ്രീഡിയൻസുകളാണ് നമ്മളെ പ്രൊഡക്റ്റിലുള്ള 95 എന്നുള്ള പ്രൊഡക്റ്റുള്ളത്. അപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ നോക്കുക. ഈ രീതിയിലേക്ക് നമ്മളെ ശരീരത്തിന് വേണ്ട, ഓരോ അവയവത്തിനും വേണ്ട ഏറ്റവും നല്ല ഭക്ഷണമാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞാൻ പറയുന്നത് ഒരു 3 മാസം കഴിയുമ്പോഴെങ്കിലും ഒരു അസുഖവും ഇല്ലാത്ത ആളുകൾ നിർബന്ധമായിട്ടും 95 ഉപയോഗിച്ചിരിക്കണം എന്നുള്ളതാണ്. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശ്വസിക്കുന്ന വായിൽ നിന്നും കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും കുടിക്കുന്ന വെള്ളത്തിൽ നിന്നൊക്കെ നമുക്ക് നിരന്തരം നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. പല ആൾക്കാരും ചോദിക്കുന്നത് ഇത് ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെ കഴിക്കണ്ടാലോ, ഒരു പ്രാവശ്യം കഴിച്ചാൽ പോലെ, ഇതിങ്ങനെ ഇടക്കിടക്ക് കഴിക്കണം. പക്ഷെ നമ്മൾ അറിയാതെ നമ്മളെ ശരീരത്തിൽ പല അസുഖങ്ങളും വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ അതിന് എന്താണ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി ഉണ്ടായി കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന വൈറസുകളും, ഫംഗസുകളും, ക്യാൻസറുകളും അതുപോലെ പല പ്രശ്നങ്ങളും തടഞ്ഞു നിർത്താൻ പറ്റും. നമ്മളെ ശരീരം തന്നെ അതിന് ഓക്കെയാണ്. പക്ഷെ അതിന് വേണ്ടി തയ്യാറാനുള്ള കാര്യങ്ങൾ നമ്മൾ ശരീരത്തിന് ചെയ്തു കൊടുക്കണം.
അങ്ങനെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് 9E5 എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നമ്മൾ ആദ്യം കഴിക്കണം. എന്നിട്ട് മറ്റുള്ളവർ റെക്കമെൻഡ് ചെയ്യാൻ, ഏറ്റവും കൂടുതൽ ഞാൻ പറയുന്നത് റെക്കമെൻഡ് ചെയ്യാൻ 9E5 പോലുള്ള പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യാം. കാരണം നമ്മളെ ഇത്ര മാത്രം ഫ്രൂട്ട്സുകളും ഇത്ര മാത്രം നമുക്ക് ഒരുമിച്ച് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ, കാരണം നമ്മളെ ശരീരത്തിൽ ഓർഗൻസുകൾക്ക് ഓരോന്നിനും കൊടുക്കുന്ന നല്ല ഭക്ഷണമാണ് നമ്മൾ 9E5 എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് വാങ്ങിച്ച് ഒരു ഫ്രൂട്ട്സ് ആക്കി വാങ്ങിച്ച് കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും വാങ്ങിച്ച് കിട്ടില്ല. കാരണം നമുക്കത് വാങ്ങിച്ച് കഴിക്കണം തന്നെ 1 കിലോന് 3000-4000 രൂപ വരുന്ന സാധനം. അപ്പൊ നമ്മുടെ 9E5 14 ബെറി പഴങ്ങളുള്ള സത്ത് കിട്ടണമെങ്കിൽ എത്ര രൂപ നമ്മൾ ചെലവാക്കേണ്ടി വരും നിലവിൽ നമ്മൾ ഫ്രൂട്ട്സ് ആയിട്ട് വാങ്ങി കഴിക്കുന്നതാണെങ്കിൽ. അപ്പൊ ആ രീതിയിലേക്ക് നമ്മളെ ഫാമിലിയിൽ എല്ലാവരും ഉപയോഗിക്കേണ്ടതാണ് 9E5 എന്ന് പറയുന്നത്. ഇത് ഗർഭിണികൾക്കും അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാർക്കും ഇത് കൊടുക്കാൻ പാടില്ല, അവർക്ക് അതിന്റെ ആവശ്യമില്ല. അപ്പം ബാക്കിയുള്ള എല്ലാവർക്കും കൊടുക്കാം ഈ ഒരു പ്രൊഡക്റ്റ്. പിന്നെ നമ്മൾ തീരെ അസുഖം വന്ന് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞ ആളുകൾക്കൊന്നും ഇത് റെക്കമെൻഡ് ചെയ്യല. നമ്മൾ ആരോഗ്യമായ വ്യക്തികൾ നിർബന്ധമായിട്ടും കഴിക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ്, അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു ഏകദേശം നമ്മളെ ശരീരത്തിൽ 3000-5000 ഇടയ്ക്കുള്ള ഒറാക്ക് വാല്യൂ നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഒരു 9E5 അകത്ത് 30 സാഷകളാണ് ഉണ്ടാവുക. ആ 30 സാഷകൾ, ഒരു സാഷയിൽ നമ്മൾ പറയുന്നത് ഒരു 10 ആപ്പിൾ കഴിക്കുന്നതിന് തുല്യമാണ്. നമ്മൾ ഡെയിലി ഒരു 10 ആപ്പിൾ കഴിച്ചു കഴിഞ്ഞാൽ അല്ലേ, ഒരു ദിവസം ഒരു ആപ്പിൾ കഴിച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയാണ് ഒരു 10 ആപ്പിൾ കഴിച്ചേണ്ടത്. എനർജിയും കാര്യങ്ങളും നമ്മളൊരു 9E5 എന്നുള്ളത് കിട്ടുന്നുണ്ട്. അപ്പോൾ 150 അല്ലെങ്കിൽ 200 ml വെള്ളം എടുത്തതിന് ശേഷം ഒരു 3/4 ഗ്ലാസ് വെള്ളം എടുത്തതിന് ശേഷം അതിൻ്റെ അകത്തൊരു നമ്മൾ എന്ത് ചെയ്യുക, ഒരു സാഷ പൊട്ടിച്ച്, അതൊരു സിപ്പപ്പ് രൂപത്തിലാണ്, അത് പൊട്ടിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രഗ്നന്റ് ലേഡിക്കും കുട്ടികൾക്കൊന്നും ഇത് കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ നമുക്കിതെങ്ങനെ, ഞാൻ ഈ വീഡിയോയുടെ കൂടെ ഈ ഒരു സെക്ഷൻ കഴിയുകയാണ്. അപ്പൊ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് പല ആൾക്കാർക്ക് അറിഞ്ഞുകൊണ്ട്, അപ്പൊ ജസ്റ്റ് ഒന്ന് അതൊന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതും കൂടി നമ്മൾ കേട്ടുകൊണ്ട് ഇന്നത്തെ സെക്ഷൻ അവസാനിപ്പിക്കാം. പറഞ്ഞു വന്നത് 9E5 ഇന്ന് പലരും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിന്റെ യൂസേജിനെ കുറിച്ച് പലർക്കും സംശയങ്ങളുണ്ട്, ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നുള്ളത്. അപ്പൊ അതിന്റെ യൂസേജിനെ കുറിച്ച് നമുക്ക് നോക്കാം. 9E5 ഇത് ഇങ്ങനെ സാഷകളല്ല വരുന്നത്. ഒരു ബോക്സിനകത്ത് ഒരു 30ഓളം സാഷസ് ഉണ്ടാവും. 33.3 ml ആണ് ഇതിനകത്ത് ഒരു സാഷയ്ക്കകത്തുള്ള കണ്ടന്റ്. അപ്പൊ ഇത് യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ കഴിവതും ഗ്ലാസ് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. കുപ്പി ഗ്ലാസ്സുകൾ, സ്റ്റീൽ ഗ്ലാസ്സുകൾ ഒഴിവാക്കുക. ഇത് ഞാൻ ഇച്ചിരി വെള്ളം എടുത്തു വെക്കാൻ വേണ്ടി മാത്രമേ എടുത്തു വെച്ചിട്ടുള്ളൂ. ഇതിന്റെ ടോപ്പ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ചെറിയ ഡോട്ട്സ് കാണും. നമുക്ക് ടിയർ ചെയ്ത് മാറ്റാം, മുറിച്ച് മാറ്റാം. കാണാമല്ലേ? ഓക്കെ. കഴിവതും കത്രികളോ ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. കഴിയുമ്പോഴത്തേക്ക് സ്ലൈഡിൽ നമ്മൾ മാറ്റാം. ഒഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാം തീർത്ത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സിസർ കൊണ്ട് ഇതിന്റെ ടോപ്പ് സൈഡും കട്ട് ചെയ്ത് മാറ്റാം. ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് കുറച്ച് കൺസിസ്റ്റൻസി കാരണം ഇതിനകത്ത് കുറച്ച് മിച്ചം ഉണ്ടാവും, ഡ്രോപ്ലെറ്റ്സ്. അപ്പൊ അതിന് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിക്കുക. ഗ്ലാസിന്റെ ഇത്രയും പോർഷൻ കാണും. ഇതിൽ ഒരു 300 മില്ലിയോളം വെള്ളം, അതായത് ഏകദേശം ഒരു ഗ്ലാസിന്റെ 3/4 ഭാഗം വരെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒന്ന് യൂസ് ചെയ്യണം. ഇത്തരത്തിൽ വെച്ചിട്ട് ഈ സാഷ കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതായിരിക്കും ഇതിന്റെ കൺസിസ്റ്റൻസി. കണ്ടോ? ഈ ഒരു രീതിയിൽ എടുത്തിട്ട് ഇതിനെ സിപ്പ് ചെയ്ത് കുടിക്കുക. ഒറ്റ വലിക്ക് അങ്ങ് കുടിക്കാതെ വളരെ സ്ലോലി ഗ്രാജുവലി സിപ്പ് ചെയ്ത് കുടിക്കുക. കാരണം ഇത് ഒരു എക്സ്ട്രാക്റ്റ് ആണ്, 13ഓളം വരുന്ന ബെറീസിന്റെ എക്സ്ട്രാക്റ്റ് ആണ്. അപ്പൊ അതിന് ആ ഒരു ജ്യൂസ് ഡ്രിങ്ക് കുടിക്കുന്ന പോലെ കുടിക്കാതെ വളരെ സാവകാശം സിപ്പ് ചെയ്ത് കുടിക്കുക. കുടിച്ചു കഴിഞ്ഞിട്ട് ഒരു 5 to 10 minutes നമ്മൾ ശവാസനത്തിൽ നമ്മൾ കിടക്കുക. ഒരു ശവാസനത്തിൽ കിടക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ചായയോ കാപ്പിയോ അതല്ല എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റോ ഒക്കെ കഴിക്കുക. ഒരു അരമണിക്കൂർ ഗ്യാപ്പ് കൊടുക്കുക നമ്മൾ ഈ ഒരു 9E5 യൂസ് ചെയ്തിട്ട്. ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് ഒറാക്ക് വാല്യൂ ഉള്ള പ്രൊഡക്റ്റാണ്. ബോഡിയുടെ മെറ്റാബോളിസം ഓൾ ഇൻ ഓൾ കറക്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണത്. നമുക്ക് പലതരത്തിലെ രോഗങ്ങളിൽ നിന്ന് നമ്മൾ പ്രതിരോധിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. വളരെയേറെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ 9E5 എന്നുള്ള പ്രൊഡക്റ്റ്. ഓക്കെ, താങ്ക് യു.
ഓക്കെ. അപ്പോ അത്രയ്ക്കാണ് എനിക്ക് ഇന്നത്തെ ഒരു ദിവസം. നമുക്ക് സമയം ലേറ്റ് ആയിട്ടുണ്ട്, കൂടുതലായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ നമ്മൾ 95-നെ കുറിച്ച് ഏകദേശ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വെൽനസിന്റെ ഉപയോഗം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു റിക്വസ്റ്റ് എന്ന് വെച്ചാൽ എല്ലാവർക്കും, കഴിക്കാത്ത ആളുകൾ നിർബന്ധമായിട്ട് 95 ഒന്ന് വാങ്ങിച്ച് കഴിക്കുക. എന്നിട്ടൊന്ന് റിവ്യൂ പറയണം നമ്മുടെ ഗ്രൂപ്പിലൊക്കെ, കഴിക്കാത്ത പല ആൾക്കാരും. കാരണം നമ്മളിത് ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എന്നാണോ 95 വിൽക്കാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ബോട്ടിൽ പൊട്ടിച്ച് കഴിച്ചോണ്ടാണ്. തുടക്കത്തിൽ എനിക്ക് ഭയങ്കര, കാരണം ഇത് ഇത്രയും വലിയ പൈസ ഞാൻ ഉപയോഗിക്കാനോ, നമ്മൾ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച സമയത്ത് ഒരു ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ ഒന്ന് ഉപയോഗിച്ചതിന് ശേഷമാണ് എനിക്കിത് കൊടുക്കണമെന്ന് തോന്നിയത്. കാരണം നമുക്ക് കിട്ടിയ റിസൾട്ടിന്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. അപ്പൊ 95 ഒന്ന് കൊടുത്തു നിങ്ങൾ തുടങ്ങിയാല്, നിങ്ങൾ നോക്കുക, 95 ഒന്ന് കൊടുത്തു തുടങ്ങി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന റിസൾട്ടുകൾ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പല പ്രശ്നങ്ങൾക്കും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ കൊടുക്കുന്നത് ചിലപ്പം വേറെ എന്തെങ്കിലാണെങ്കിൽ പോലും നമ്മളെ ശരീരത്തിന് വേണ്ട എല്ലാ പ്രോട്ടീനും വിറ്റാമിനും കാര്യങ്ങളൊക്കെ നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, 95 ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട്. അപ്പൊ ആ രീതിയിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ എന്തൊരു ചലഞ്ചായിട്ട് തന്നെ ഏറ്റെടുത്തുകൊണ്ട് 95 കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക് മാറ്റണം എന്നുള്ളതാണ് റിക്വസ്റ്റ്. അപ്പൊ എല്ലാവരും ഓക്കെ ആണോ? 95 എങ്ങനെ ഉണ്ടായിരുന്നു? ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോരുത്തരും റിവ്യൂ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടുകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. കാരണം പുതിയ ആളുകളുണ്ട്, അവർക്കും കൂടി ഉപകാരപ്പെടട്ടെ. അപ്പൊ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു എക്സ്പീരിയൻസും കൂടെ, 95-ന്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ട് എന്നുള്ള ഒരു അനുഭവം കൂടി നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ എന്തായാലും ഞാൻ ടൈം ലേറ്റ് ആകുന്നില്ല. അപ്പൊ ഇത്ര നേരം എന്റെ ഈ ഒരു സംസാരം കേട്ടിരുന്ന എല്ലാവർക്കും വലിയ അഭിനന്ദനങ്ങൾ നേരെയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എന്റെ പേരൊന്ന് പറയാം. പേര് പ്രവീൺ എന്നാണ്. സ്വദേശം കോഴിക്കോട് ജില്ലയിലെ തൊട്ടിൽപ്പാലത്താണ്. ഈ ഒരു അവസരത്തിലേക്ക് എന്റെ മാമനിലൂടെയാണ് ഈ അവസരം കിട്ടിയത്. അപ്പൊ ഇന്ന് ശക്തമായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോ എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.